ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എത്ര കാലമായല്ലേ കണ്ടിട്ട്. കുറേ കാര്യങ്ങൾ ഞാൻ കുഞ്ഞു വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചായിരുന്നു. പക്ഷെ രാവിലെ കുറച്ച് വീഡിയോ എടുക്കും, പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കാര്യമേ വിട്ടുപോകും. ആ വീഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. പക്ഷെ ഇനി മുതൽ ഞാൻ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്തിടും. അപ്പോൾ ഇന്ന് ഞാൻ ഹിൽബ്രി ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഐലൻഡിൽ പോവുകയാണ്. ഞാനും ആദ്യമായിട്ട് പോകുക. നമ്മൾ ഗൂഗിളിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, എങ്ങനെയാണ് അവിടെയെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം നമ്മുടെ കൂടെ ശ്രീകുട്ടി അക്ഷയും ഉണ്ട്. ഇവരെ എൻ്റെ പഴയ വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ അനൂപ്, ഞാൻ, ശ്രീകുട്ടി, അക്ഷയ്, നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അനൂപ് എൻ്റെ ഹസ്ബൻഡാണ്, എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര വെയിലുള്ള ദിവസം. നമ്മളാരും ജാക്കറ്റ് ഇട്ടിട്ടില്ല. ഇപ്പം സമ്മറായി തുടങ്ങി, നല്ല ചൂടായി തുടങ്ങിയ. ഇപ്പം കൈയൊക്കെ പൊള്ളുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് തന്നെ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പോണ വഴി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളെ ഡെഫിനറ്റ്ലി കാണിച്ചു തരാം. അപ്പം വെൽക്കം ടു മൈ വ്ലോഗ്. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര മിനിറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്? 43 മിനിറ്റാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇതാണ് ഇംഗ്ലണ്ട്സ് ഫസ്റ്റ് മോസ്ക്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഇംഗ്ലണ്ടിലെ ആദ്യത്തെ മോസ്ക്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ലിവർപൂളിൽ നിന്ന് ഒരു ടണൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തിയിട്ട് വേണം പോകാനായിട്ട്. ഈ ടണൽ എന്തിനാണ് ക്രോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർപൂൾ ഒരു നദിയുടെ കരയിലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഈ നദി ക്രോസ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ആലപ്പുഴയും കോട്ടയവും തമ്മിൽ വേമ്പനാട്ട് കായൽ ലയിപ്പിക്കുന്ന പോലെ ഇവിടെ ലിവർപൂളും അക്കരയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് റിവർ മേഴ്സിയാണ്. അങ്ങനെ മേഴ്സിയുടെ കരപ്രദേശങ്ങളായതുകൊണ്ട് ഇതിനെ മേഴ്സി സൈഡ് എന്നാണ് ഈ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റിവർ മേഴ്സിയുടെ അടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അണ്ടർ വാട്ടർ ടണലാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്ന കിങ്സ്വേ ടണൽ. ഇത് 1969 കാലഘട്ടത്തിൽ പണിയിപ്പിച്ചിട്ടുള്ളതാണ്. 1969 മുതൽ 1973 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം ഒരു 4 വർഷത്തോളം എടുത്തിട്ടാണ് ഈ ടണൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് 4 ലൈനാണുള്ളത്. ഇതൊരു 1.5 കിലോമീറ്ററോളം ഉണ്ട് ഈ ടണൽ. അങ്ങോട്ട് പോകാനായിട്ട് ഒരു 2 ലൈനും ഇങ്ങോട്ട് പോകാനായിട്ട് 2 ലൈനും, അങ്ങനെ ടോട്ടൽ 4 ലൈനുണ്ട്. പിന്നെ ഇവിടുത്തെ കൺസ്ട്രക്ഷനും അതിൻ്റെ മെയിൻ്റനൻസും പറയാതിരിക്കാൻ വയ്യ. അത്രത്തോളം അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ കൗൺസിൽ അത് നടത്തി പോകുന്നത്. ഇവിടെ മാത്രമല്ല, UK ഉടനീളം നമുക്ക് റോഡുകൾ അത്രയും പക്കയായിരിക്കുമേ. ഞാൻ ഈ ടണലിൽ കൂടി പോകുമ്പോൾ മുഴുവൻ ഇവരുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെ ഫാസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളോളം തന്നെ എക്സൈറ്റഡ് ആയിരുന്നു ഞാനും. അങ്ങനെ ടണലിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ചിന്തകൾ വരുവാണ്. വെറുതെ ചുമ്മാ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുകയാണ്. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഹോൾ ഉണ്ടാവുമോ, വെള്ളം വരുമോ, എങ്ങനെയായിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിൻ്റെ നടുക്കുകൂടി ആർക്കെങ്കിലും നടക്കാനായിട്ട് ഒരു പാത്വേ ഉണ്ടാവുമോ, എങ്ങനെയായിരിക്കും ഇത് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക, പല ചിന്തകളായിരുന്നു. അങ്ങനെ ഏറെ നേരത്തെ ചിന്തയ്ക്കൊടുവിൽ നമ്മളിതിൻ്റെ ഔട്ട് കണ്ടു. നമ്മൾക്കിനി ചെന്നിട്ട് ഒരു ടോളുണ്ട് അവിടെ. ഈ ടണലിൽ കൂടി ക്രോസ് ചെയ്യുന്നത് ടോളുണ്ട്. അത് 2.10 ആണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. നമുക്ക് എത്രയാണെന്ന് അറിയില്ല, നമ്മൾ ചെന്നിട്ട് നോക്കണം. അങ്ങനെ നമ്മൾ ടണലിൻ്റെ ഔട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടോളിൽ വന്ന് നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ ടോൾ കൊടുക്കാനായിട്ട് വന്ന് നിൽക്കുവാണ്. നമ്മളിവിടെ കാർഡ് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ
അവർ ആ ഫ്രണ്ടിലുള്ള കാറുകാർ ചെയ്ത പോലെ നമ്മൾ നമ്മുടെ കാർഡ് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. കാരണം ഇവിടെ എല്ലാം ടാപ്പ് ചെയ്യുന്ന കാർഡുകളാണ്. നമ്മളങ്ങനെ കൂടുതലും അങ്ങനത്തെ കാർഡാണ് കേട്ടോ യൂസ് ചെയ്യണേ. അപ്പം റെസിപ്റ്റ് ഒന്നും കിട്ടത്തില്ലേ? പ്രോസസ്സിംഗ് അവിടെ പ്രോസസ്സിംഗ് എഴുതി കാണിച്ചു. സേഫ് ജേർണി പെയ്ഡ് 2.10. അങ്ങനെ 210 രൂപയാണ്, നാട്ടിൽ 210 രൂപയാണ് നമ്മൾ ടോൾ കൊടുത്തിരിക്കുന്നത്. 2.10 പൗണ്ടാണ് കൊടുത്തത്. അങ്ങനെ നമ്മൾ വീണ്ടും ജേർണി കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടണൽ ക്രോസ് ചെയ്ത് ബിർക്കൻഹെഡിലെത്തി. ഇനി നമ്മൾ ഹിൽബ്രേ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? ഇനി 21 മിനിറ്റും കൂടെ ഉള്ളൂ. 21 മിനിറ്റിനുള്ളിൽ നമ്മൾ ഹിൽബ്രേ ഐലൻഡ് എത്തും. എനിക്കും അറിയത്തില്ല കേട്ടോ, ഞാനും ഇത്രയും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. എന്തായാലും നമ്മൾ താമസിക്കുന്ന ചുറ്റിനും വേറെ വേറെ കുറേ സ്പോട്ട് ഉണ്ട് കാണാൻ പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ആ ഐഡിയ ഫ്ലോപ്പ് ആകുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പം ഇന്ന് കുറച്ച് വ്ലോഗ് എടുക്കാനൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ്സ് സീ ഹോപ്പ്ഫുള്ളി. പോകുന്ന വഴിയിലൊന്നും സൈഡിലൊന്നും ഒരു കടയിൽ പോലും നിർത്താൻ പറ്റില്ല. കടകളൊന്നും ഇല്ലേം താനും. നമ്മൾ ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിൽ എത്തണം. നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ കയറണം എന്നുണ്ടെങ്കിൽ ഞങ്ങളാണെങ്കിൽ വെള്ളവും എടുക്കാൻ മറന്നുപോയി. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ചൂടിൻ്റെ കാഠിന്യം നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പൊള്ളിപ്പോയി ഞാൻ ഫ്രണ്ടിലിരുന്നിട്ട്. പിന്നെ ഈ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചറ പറ നമുക്കിങ്ങനെ ഫ്ലൈറ്റ്സ് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ റോഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റോഡിലൊക്കെ കൃത്യമായിട്ട് സൈൻ ബോർഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഏതാണ് ആ റോഡ്, ഏത് ലൈനാണ് നമ്മൾ പോകുന്നത് ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. സൈഡിൽ സൈൻ ബോർഡ്സ് എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ഉള്ളത് കാരണം ഇത്തിരി ലേറ്റായി. ശരിക്കും 15 മൈലാണുള്ളത്. നമ്മൾ കുറച്ചുകൂടി നേരത്തെ ചെല്ലേണ്ടിയായിരുന്നു. എന്നാലും നമ്മൾ ഇടയ്ക്ക് നമുക്കൊന്ന് വഴി തെറ്റിയായിരുന്നു. നമ്മൾ വേറൊരു റോഡ് എടുത്തു. പിന്നെ ഇവിടെ സഡനായിട്ട് നമുക്കൊരു റോഡ് തെറ്റിക്കഴിഞ്ഞാൽ നാട്ടിലെ പോലെ റിവേഴ്സ് എടുക്കാനൊന്നും പറ്റില്ല. അത് റിവേഴ്സ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമായിരിക്കില്ല. നമ്മൾ പിന്നെ വേറെ എവിടെയാണോ യൂ ടേൺ ഉള്ളത് അവിടെ പോയി നമ്മൾ തിരിച്ച് വരണം, അടുത്ത റോഡ്. അങ്ങനെ ഞങ്ങൾക്കൊരു 5 കിലോമീറ്റർ എക്സ്ട്രാ ഓടേണ്ടി വന്നു. സോ വീണ്ടും നമ്മൾ ഏകദേശം എത്താനായിരിക്കുന്നു. അങ്ങനെ നമ്മൾ റൗണ്ട് അബൌട്ട് കയറുക. ഇനി എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? 16 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തുന്നതായിരിക്കും ഗൈസ്. നാട്ടിൽ കൂടെ പോകുന്നൊരു ഫീൽ അല്ലേ? ഇല്ല, അവിടെ പൊട്ട വെയിലാ, ഞാൻ കണ്ടിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരുപാട് ബൈക്ക് യാത്രക്കാരെ കാണാൻ പറ്റി. വിൻ്റർ അല്ലേ ഇവിടെ കൂടുതലും. അപ്പോൾ വിൻ്ററിൽ അങ്ങനെ ബൈക്ക് റൈഡേഴ്സൊന്നും അങ്ങനെ കാണാറില്ല. സമ്മർ ആയപ്പോഴത്തേക്കും എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങി. സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പാരിഷ് ചർച്ച് ഓഫ്
ചൂട് സഹിക്കാൻ വയ്യ ഗൈസ്. നാട്ടിലുള്ളവര് കേക്കണ്ട മാസങ്ങളായിട്ട് അത് 42 ഡിഗ്രി സെൽഷ്യസ് നാട്ടില്. പകുതി ഉള്ളൂ. 23. കാരണം ഈ റോഡ് എന്താണത് ഡെഡ് എൻഡ് ആണ്.
കൈയൊക്കെ പൊള്ളുന്ന വെയിലാണ്, പക്ഷെ ഒരു നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല അവരവിടെ നിന്ന് എന്തോ വായിക്കുക, അതിൻ്റെ ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷനൊക്കെ എഴുതിയേക്കുന്നതൊക്കെ വായിക്കുക. ബ്യൂട്ടിഫുൾ അല്ലേ? പക്ഷേ ഒരാളോട് ചോദിച്ചപ്പോൾ പറയുന്നത് വൈകുന്നേരം 6 മണിയാകുമ്പോഴേ ഇവിടുത്തെ ടൈഡ് കുറയുള്ളൂ, അപ്പോഴേ നമുക്ക് നടന്ന് അപ്പുറേ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട്. ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി, എന്തൊരു ഭംഗിയാണല്ലേ. നമുക്ക് ഇതൊരു ബീച്ച് പോലാണ്. ഇത് ശരിക്കും ബീച്ചാണോ അതോ റിവറിൻ്റെ വലിയ അറ്റമാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിനെപ്പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാവേ. അങ്ങ് കണ്ടോ, അവിടെ വിൻഡ് മില്ലൊക്കെ കണ്ടോ? നൈസ്. എനിക്ക് ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല, കാരണം ഇവരുടെയൊക്കെ പ്രൈവസി ഹേർട്ടാവും പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ലുക്ക്, അവിടെ നിറയെ വിൻഡ് മിൽസ് ആണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അമ്പോ സൂപ്പർ കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, വൈകുന്നേരം 6 മണിയാകുമ്പോഴേ നമുക്കിങ്ങനെ ഇറങ്ങി ഐലൻഡിൽ പോകാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഒരാളോട് ചോദിച്ചപ്പോൾ. അപ്പം നമുക്കിപ്പോൾ ഒരു 2-2:30 ആയതേ ഉള്ളൂ. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ബട്ട് ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. പക്ഷെ ഭയങ്കര വെയിലാണ്. ഇവരൊക്കെ ഇവിടെ സൺബാത്ത് ചെയ്യാൻ വന്നേക്കുവാണ്. നമുക്ക് നല്ല വെയിലാണ്, 23 ഡിഗ്രി ഉള്ളൂ. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല വെയിൽ. പക്ഷെ ഒരു ചെറിയ ഇളം തണുത്ത കാറ്റ് വീശുന്നുണ്ട്, ദാറ്റ്സ് ഫൈൻ. ബാക്കി അവരെന്താ ചെയ്യണേന്ന് നോക്കിയിട്ട് വരട്ടെ. അവരവിടെ ആലോചിക്കുകയാണ്, ഒരാളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് പോകേണ്ടത്, ഇവിടെ അടുത്ത് വേറെ ഏതാ പ്ലേസ് ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. ബട്ട് ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇവിടെയുള്ള വീടുകളാണെങ്കിലും ഒക്കെ ഭയങ്കര രസമുള്ളതാണ്. ദിസ് ഇസ് സോ നൈസ്. അനു 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 ഇങ്ങ് വന്നേ. എന്താ സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരിട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് വെട്ടമില്ല. ഇനി പറയും, ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പോകേണ്ടത് ആ ഐലൻഡിലേക്കാണ്. ഏത് ഐലൻഡ്? അങ്ങേ അറ്റത്താണ്. ഏത്? ഇതോ ഇതോ? ആ വീടുള്ളത്. അല്ല, അവിടെ വരെ നടന്നു പോകാൻ പറ്റുമോ? അങ്ങനെ പോവാം. അത് ഫസ്റ്റ് ഇവിടുന്ന് പോയിട്ട് ആ ചെറിയ ആ ഐലൻഡിൽ പോകണം. എങ്ങനെ മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയേ, ഇങ്ങോട്ട് നോക്കി പറയേ. അവിടെ ഒരു ചെറിയ ഇതുണ്ട്, മറ്റേ എന്താണ് കെബി ബീച്ച്. കെബി ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചുണ്ട്. അവിടെ നിന്ന് നമ്മൾ അവിടെ ചെറിയ ഐ പോലെ കാണുന്ന അവിടെ പോകണം. എവിടെ? അവിടെയോ? ആ, അവിടെ പോകണം. അവിടെ നിന്ന് നമ്മൾ ഇവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അല്ല, മൈ ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് ഇവിടെയൊക്കെ നടന്നു പോകാൻ പറ്റുമോ? നടന്നു പോകാൻ പറ്റും. ടൈഡ് കുറയുമ്പം? ആ, ടൈഡ് കുറയുമ്പോൾ നടന്നു പോകാൻ പറ്റും. പക്ഷെ അവര് പറയുന്ന ടൈം നമുക്ക് 2 അവര് പറയുന്നത് കഴുത്തറ്റം 2 hours ഒക്കെ എടുക്കും. എത്രയും വെള്ളം? കഴുത്തറ്റം വെള്ളോ? അപ്പൊ നമ്മള് ഫുള്ള് മുങ്ങുവോ? ഇല്ല, കഴുത്തറ്റ വെള്ളമൊന്നുമില്ല. വെള്ളം ഫുള്ള് മാറും. നമുക്ക് നടന്നു പോകാനാണ് പറയുന്നത്. ആ ഐലൻഡിൽ താമസം ഉണ്ടോ? അതറിയില്ല. അവിടെ നമ്മ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ വെള്ളം ഷൂ ഒക്കെ മിക്കവാറും ഊരേണ്ടി വരും. വെള്ളം തെറിക്കത്തില്ലേ? അതുപോലെ നമുക്ക് കാലിങ്ങനെ വെക്കുമ്പോഴേക്ക് വെള്ളം മാറി തരും നമുക്ക് വേണ്ടി. അതെ, നീ രാമനാണല്ലോ എന്ന് പറഞ്ഞ. നമുക്ക് അങ്ങോട്ട് പോവാം. So our target island is locked. Our target is locked. This is the target. Perimeter locked. സമതിനെ വിളിക്കണോ? എന്താണ് മറ്റേ ഇതിന് വേണ്ട? ബൈജാനെ വിളിക്കണോ? ബൈജാൻ വരുന്നുണ്ട്. പക്ഷേ നടന്നു പോകാനുള്ള ദൂരല്ലേ? വണ്ടി അതുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇത് വിൻഡ് മിൽസ്. അവിടെ പോയിട്ട് അവിടെ വണ്ടി കളിക്കുന്നത്. അവിടെ പക്ഷെ എന്തൊരു പൊട്ട വെയിലാ അല്ലേ? ശ്രീകുട്ടീനെ നോക്ക്, ശ്രീകുട്ടി ആകെ സെഡായി. അത് ഇത്രയും വെയിൽ വേണ്ടായിരുന്നു അല്ലേ? നല്ല വെയിലാണ് ഗൈസ്. ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നടക്കുവാണ്. ഓക്കെ, ബട്ട് ദിസ് വാസ് ക്വൈറ്റ് നല്ല ഇതാണ്. പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അവരുടെയൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പ്രൈവസി ഹേർട്ടാവും. ഇവിടെയുള്ള ആൾക്കാരൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ എൻകറേജ് ചെയ്യത്തില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളും അത് ചെയ്യത്തില്ല. പക്ഷെ കുട്ടികളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലേ. പിള്ളേരൊക്കെ നല്ല ക്യൂട്ടായിട്ട് ഒരു ബക്കറ്റും മറ്റേ എന്താ സ്പാച്ചുലയൊക്കെ ആയിട്ട് മണൽ വാരാൻ പോകുന്നു. ബിക്കോസ് അവർക്കിത് പറ്റാറില്ലല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ പറ്റില്ലല്ലോ. എന്താ എപ്പോഴും എന്താ യൂട്യൂബ് എൻജോയ്. അവര് വേറൊരു ടീം
ആയിരുന്നു ഇവിടെ വന്നത്. അവർ നമുക്ക് ടാറ്റയൊക്കെ തന്ന് എൻജോയ് ഒക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ എപ്പോഴും ചൂട് കാലാവസ്ഥയല്ലല്ലോ. അപ്പോൾ വെന്നിട്ട് സമ്മർ ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇവിടുത്തെ വീടൊക്കെ കണ്ടില്ല, എന്തൊരു വലുതാ, എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. സാധാരണ നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊന്നും ഇത്രയും വലിയ വീടൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ ഭയങ്കര വലിയ വീടുകൾ, നല്ല കാമായിട്ട്. ഇപ്പോൾ ഇതേപോലത്തെ ഒരു ക്ലൈമറ്റ് ആണ്. ഇച്ചിരി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പുറകെ നല്ല വെയിൽ, അതുകൊണ്ട് അത്ര വെയിലിൻ്റെ കാഠിന്യം നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇതേപോലെ വെയിൽ ഇച്ചിരി താറി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. നമ്മൾ നോക്കുവാണ് ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന്. വേണ്ട വീടൊക്കെ കണ്ടു, ഡിസ്നിലാൻഡിലേക്ക് പോലത്തെ വീടുകൾ. അപ്പോൾ പോകുന്ന വഴി നോക്കട്ടെ. ദാഹിക്കാൻ തുടങ്ങി. ഞങ്ങളാണെങ്കിൽ വെള്ളം എടുക്കാൻ മറന്നുപോയി. കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, അതൊക്കെ കഴിച്ചിങ്ങനെ നടക്കുകയാണ്. അത് നമുക്കിപ്പോ കിർബി പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പൊ വെയിലല്ലേ. നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞത് ഞാൻ എടുക്കുവാണ്. അങ്ങോട്ട് അടിക്കുള്ളൂ. അവൾക്ക് റെയിൽ ക്രോസ് കാണാൻ. ഹലോ ഗൈസ്, ഇതാണ് റെയിൽവേ ക്രോസ് നമ്മുടെ UK. നമ്മുടെ അവിടെ ആയിരുന്നെങ്കിൽ സൈക്കിളുകാരിന്റെ ഇടയിൽ കൂടി നുഴഞ്ഞു കയറിയാണ്. താഴെ കൂടെ അല്ലെങ്കിൽ മേളിൽ കൂടെ ഒക്കെ ചാടിക്കടന്ന്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് പോകാൻ പറ്റിയില്ല, കാരണം നല്ല ടൈഡുണ്ട്, നല്ല വെള്ളമുണ്ട്. സോ നമ്മൾ ഹിൽബ്രി ഐലൻഡ് എന്തായാലും പോകും. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻ്റ് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇവിടെ 21st അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ശരിക്കും ബാറാണ്, നല്ല റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ റിവ്യൂ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അതെ, അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതെന്താ ഇതെന്താ ശരിക്കും? എന്താണെന്നറിയോ? സീഗുൾ. ഇതിലെഴുതിയിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം എടുത്ത് കുടിക്കരുത് കേട്ടോ. ആ വെള്ളം എടുത്ത് കുടിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. കഥ ഇവനറിയാമോ? യുദ്ധം വന്നപ്പോ സീകൾ ഇങ്ങനെ കൊട്ട പോലെ അതൊന്നുമല്ല. ഇത് നോക്കട്ടെ. അത് മറ്റേ everybody is so dull. എല്ലാവരും ഭയങ്കര ഡള്ളായി. വെയിലത്തൊന്നും ഇറങ്ങിയിട്ട് കുറേ കാലമായി വെയിൽ കാണാതെ ഇന്ന് എല്ലാവരും ഡള്ളായി. നല്ല കേട്ടോ, നൈസ്. അതായത് നമ്മുടെ അല്ല നല്ല ടേസ്റ്റ് ഇല്ലേ, വെരി ടേസ്റ്റി.
കേട്ടപ്പോഴത്തേക്കും. ശരിക്കും ഇവിടെ ഇരുന്നിട്ട് നല്ല ഫീൽ അല്ലേ, നല്ല കാറ്റ്, നല്ല ശരിക്കും സമ്മർ വന്നപ്പോൾ അങ്ങ് സന്തോഷമായി. നേരത്തെ ഇച്ചിരി വെയിലുണ്ടായിരുന്നതിലും ഉണ്ടല്ലോ, ഇപ്പൊ വെയിൽ കുറഞ്ഞു, നല്ല കാറ്റ്. എടാ ഒന്ന് എടുത്തു കൊടുക്കണം. ഇവിടെ അക്ഷയിൻ്റെ ശ്രീകുട്ടീൻ്റെ ഫോട്ടോ എടുക്കുകയാണ് അനു. ഞങ്ങൾക്ക് എപ്പോഴും എവിടെ പോയാലും ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കലുണ്ടാവും. പക്ഷേ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഞങ്ങളിങ്ങനെ ചുമ്മാ വന്നിരിക്കും, ഓരോരുത്തരും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അങ്ങനെ ആൾക്കാരും ഒക്കെ എൻജോയ് ചെയ്യുന്നു. ഇറ്റ്സ് എ നൈസ് ക്ലൈമറ്റ് ദോ, നല്ല ക്ലൈമറ്റാണ്. രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നതിലും ഉണ്ടല്ലോ, ഇപ്പോൾ വെയിൽ ഇച്ചിരി കാഠിന്യം കുറഞ്ഞു, വെയിലിൻ്റെ ചൂട് കുറഞ്ഞു, ചെറിയ തണുത്ത കാറ്റൊക്കെ വന്നു തുടങ്ങി. ഭയങ്കര ഒരു ഫീൽ, നല്ലൊരു ഫീലുള്ള ഒരു സമയം. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ വണ്ടി ഇട്ടിട്ട് 2 മണിക്കൂറായി. ഇവിടെ 2 മണിക്കൂറേ ഫ്രീ ആയിട്ട് വണ്ടി ഇടാൻ പറ്റുള്ളൂ. സോ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തോട്ട് തന്നെ പോകാൻ നോക്കുകയാണ്. എടുത്തോ, ഫോട്ടോ എടുത്തോ, പോകാം. ഏതാ എൻ്റെ? ഇതാണോ എൻ്റെ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരെന്റെ കസ്റ്റമൈസ് ചെയ്തപ്പോ. എല്ലാവരും കസ്റ്റമൈസ് ചെയ്ത. അയ്യോ ചിരി കണ്ടു, മുടി കളിക്കത് കണ്ടു. എന്റെ മറ്റേ ക്ലിപ്പ് പോയടാ. ഏത് ക്ലിപ്പ്? ആ മുടിയെ കുത്തിരുന്ന ഇവിടെ. നീ കാറിലിട്ടൊന്നും ടേസ്റ്റ് എത്തിയില്ല, അമ്മയോ അല്ല ശ്രീകുട്ടിക്ക് മറ്റേ സോസ് ഉണ്ടേ, ഇവിടെ സോസ് ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്താണ് മറ്റേ സാധനം ഒഴിച്ചിട്ടില്ലേ? ബാർബിക്യൂ സോസ് ഒഴിച്ചിട്ടില്ലേ? പിന്നെ വേറെ സോസ് ആണോ? അവളാ ചോദിച്ചത്. അത് ലോക്ക് ചെയ്ത. ആ കടി കൊള്ളാവോ? ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കിർബി പോവാണ്. കിർബിന്നാണ് നടന്ന് ഹിൽബ്രിയിലേക്ക് പോകുന്നത്. എല്ലാവരും നല്ലോണം കരിവാളിച്ച് വെയിൽ ഇച്ചിരി കൊണ്ടപ്പോൾ തന്നെ ക്ഷീണമുണ്ട്. പക്ഷേ ഇപ്പം വെയിലിൻ്റെ ആ ഒരു ചൂട് കുറഞ്ഞു, ചെറിയ കാറ്റൊക്കെ വന്നു, നല്ല എൻജോയ് ചെയ്ത് നമ്മൾ പോവുകയാണ്. പോകുന്ന വഴി ഇനി നല്ല രസം ഉണ്ടാവാൻ തോന്നുന്നു. കാറിൻ്റെ അകത്ത് ഭയങ്കര ചൂട്, പക്ഷെ പുറത്ത് നല്ല ക്ലൈമറ്റാണ്. സോ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കേട്ടോ. നമ്മളെത്തി ഗൈസ്, നമ്മൾ കിർബി ബീച്ചിലേക്ക് എത്തി. ഇത്ര മണിക്കൂറുണ്ടാവില്ലേ? നമ്മൾ കിർബി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നടന്ന് നമ്മൾ ഒരു ഐലൻഡിൽ പോകും, അവിടെ നിന്ന് നടന്ന് അടുത്ത ഐലൻഡിൽ പോകും. അവിടെ നിന്നാണ് നമ്മൾ ഹിൽബ്രി ഐലൻഡിൽ ചെല്ലുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കും ഒരു അങ്കിള് പറഞ്ഞത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാ, സൂപ്പറാന്നൊക്കെ പറഞ്ഞത്. നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഗ്രേറ്റോം അപ്പുറത്തെ നോർത്ത് വെയിൽസ് ഒക്കെ ഇത്ര ക്ലോസ് ആയിട്ട് കാണാം. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും വെയിൽ കുറച്ച് ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ലെറ്റ്സ് സീ. ഇപ്പോൾ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന പോലെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ പാർക്കിംഗ് നോക്കി നടക്കുകയാണ്. എക്സൈറ്റഡ്. ആ സാരില്ല. ആ എടാ എങ്ങനെയാ പേയ്ഡ് പറഞ്ഞത്? ഓ 6 കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണല്ലേ? 6 കഴിഞ്ഞാൽ ഫ്രീ ആണ്. ഓ ആ 1 മണിക്കൂറിന് 1 പൗണ്ടേ ഉള്ളൂ. 2 മണിക്കൂറിന് എടുത്താൽ മതി. 2 പൗണ്ട്. ഇപ്പോൾ ഇത് കിടക്കണത് 1 പൗണ്ട്. അത് നോർമൽ ചാർജ് ആയിരിക്കും കിടക്കണേ. നമ്മൾ ഒരെണ്ണം കൂട്ടിയിടാം. 2 പൗണ്ട്. ഓക്കെ. സ്ക്രീൻ. ഓ പുള്ളിക്കാരി അത് പറഞ്ഞു നന്നായല്ലേ? 6:30 കഴിഞ്ഞ് ഫ്രീ ആണെന്നുള്ളത്. ടിക്കറ്റ് ഡിസ്പ്ലേ വെക്കണ്ട നമുക്ക്? ടിക്കറ്റ് എടുത്തിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ വെക്കണം. ഇനി നമുക്ക് ടിക്കറ്റ് കയ്യിൽ തരും. ഇത് നമുക്ക് ആറി കൊണ്ടു നോക്കി. ഓക്കെ. എന്റെ മെയ്ഡിന് 4 ഇഞ്ചോട് ഗ്ലാസ് താഴെ വീണം, ഗ്ലാസ് ഊരിപ്പോന്ന് 2 പ്രാവശ്യം താഴെ വീണം. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ് എല്ലാവരും റെയ്ബാൻ അത് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഡ്രസ്സിന് ചേരുന്ന കണ്ണാടി കുഞ്ഞു 100 രൂപയുടെ ഒക്കെ കണ്ണാടി മേടിച്ചിട്ട് എല്ലാരും വെക്കും. ബ്രാൻഡ്സ് അറിയാത്തതുകൊണ്ടാ. ബ്രാൻഡ്സ് ഏതാണെന്നറിയാത്തതുകൊണ്ടാ എല്ലാവരും ചില ബ്രാൻഡ്സ് ആയിരിക്കും വെക്കുന്നത്. എനിക്കങ്ങനെ, ഞാനങ്ങനെ ബ്രാൻഡിനോടൊന്നും വാല്യൂ കൊടുക്കുന്ന ഒരാളല്ല. എനിക്കിപ്പം എന്താ പറയുക, ഫിലയുടെ ഷൂവും അഡിഡാസിൻ്റെ ഷൂ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ
എന്നാലും എനിക്ക് കാണാൻ കൊള്ളാമോ അത് മതി, അതിൽ ബ്രാൻഡ് ഒന്നുമില്ല. അതിന് ഇത്രയും പെട്ടെന്ന് വെള്ളം പറ്റിയടാ. ആ ശരിക്കും വെള്ളം പറ്റി കേട്ടോ. നോക്കിയേ എടി, നമുക്ക് ആദ്യമേ ഈ കാണുന്ന ഐലൻഡ് ഇല്ലേ അങ്ങോട്ടാ പോകേണ്ടത്. നമ്മുടെ നാട്ടിലെ അല്ലേ, നമ്മുടെ നാട്ടിലെ സാൻഡ് ബീച്ച് പോലെ. ഞാൻ ഇതിന്റെ അകത്തുകൂടിയാണ് കാണുന്നത്. അപ്പൊ ഞാനെനിക്ക് ചുമന്ന മണ്ണാണെന്ന് തോന്നുന്നു. എക്സ്പോഷർ കൂട്ടടാ, ഇവന്മാർക്കൊന്നും ബോധമില്ലേ. ഇനി ഇത് മണ്ണി ചവിട്ടിയിട്ട് എങ്ങനെയുണ്ട്? നല്ല സുഖമാണ്. അനു ശരിക്കും ഇല്ലേ, വീട്ടിലൊക്കെ ആയിരിക്കുമ്പോ എനിക്ക് പറമ്പിൽ ചെരുപ്പിടാൻ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. എപ്പോഴും മണ്ണി ചവിട്ടിയാണ് നടക്കുന്നത്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി മണ്ണി ചവിട്ടി നടന്നിട്ട്. മണ്ണി ചവിട്ടി നടന്നിട്ടൊക്കെ സുഖം വരുവാ, ഭയങ്കര സന്തോഷം. കാലൊക്കെ സന്തോഷിക്കുക. മണ്ണി ചവിട്ടി നടക്കുന്നു. എന്റെ മണ്ണി ചവിട്ടി നടക്കുന്ന ക്ലോസ് അപ്പ് വീഡിയോ എടുത്തു തരും. അനു ചെരുപ്പ് ഉരുക്കേ. എടാ അതിന്റെ ആ ലൈനില് ചെരുപ്പ് അഴുക്ക് പറ്റിക്കണ്ട. നമ്മള് മണ്ണി ചവിട്ടി നടക്കുക കുറേ കാലത്തിന് ശേഷം. അയ്യോ, ഇത്ര പെട്ടെന്ന് ഈ വെള്ളം പറ്റുമെന്ന് വിചാരിച്ചേ ഇല്ല കേട്ടോ. ഇതെടുത്തേ എല്ലാരും. എല്ലാം കൂടെ നടന്നത് എങ്ങോട്ടാ? എടി അതിന്റെ ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ചെരുപ്പിലാണ് നടക്കാൻ. ഞാൻ ഊരിക്കോളാം. കൊറേ പേരൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. മണ്ണിനെ അടി, കയറ്റല്ല മണ്ണിനെ അടി. ആ അതെ, ആ ചെടി. ആ ഇവിടുത്തെ എടി ആ വെള്ളം വേലിയേറ്റമായിട്ട് ഇറങ്ങിപ്പോയിടി. എങ്ങനെയുണ്ട്? കുറെ നാൾ കൂടി ചെരുപ്പില്ലാതെ മണ്ണി കൂടെ നടന്നിട്ട് എങ്ങനെയുണ്ട്? ഞാൻ ഊരാ വീഡിയോ എടുക്കണോണ്ടേ ചെരുപ്പ് കൈപ്പിടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഷൂരി കൈ നിങ്ങൾ മറ്റേ വെള്ളം തെറിപ്പിച്ചോണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ എന്താ പറയുക, ബെയർ ഫുട്ടായിട്ട് കാലിൽ ഷൂ ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ മണ്ണിൽ കൂടി നടക്കുന്നത് നമ്മളങ്ങനെ ചെയ്യാറില്ല. അപ്പം അത് നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെ നടക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ മണ്ണിനെയൊക്കെ ഉണ്ട്, അപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്, അത് വേറെ കാര്യം. പക്ഷേ യൂട്യൂബിലൊന്നും ഇത് അധികം പേര് എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസാണ്. 1, 2, 3 വീഡിയോസൊക്കെ ഉള്ളൂ. ഇത് തന്നെ ഞങ്ങൾ എങ്ങനെയോ അതിങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞ് നമ്മൾ വരാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ വന്നതാണ്. രാവിലെ വന്നപ്പോൾ നല്ല വെള്ളമായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ വെള്ളം ഫുള്ള് ഉള്ളിലേക്ക് വലിഞ്ഞ് അവിടെ വരെ നമുക്ക് നടന്നു പോകാൻ പറ്റുമെന്ന്. രാവിലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങളുമൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ ക്ലോസസ്റ്റാണിത്. വെയിൽസിലുള്ളവർക്കും ലിവർപൂളുള്ളവർക്കും ഒക്കെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം എന്തായാലും വന്നത് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ ചെരുപ്പിട്ട് വന്ന വെള്ളം തെറിക്കത്തില്ലേ? ഇതെന്താ അറിയോ, ഇവിടെ ഇത് കാണിച്ചു കൊടുക്കാനും ഇതെന്താണെന്നറിയോ, ഇവിടെ ഒരു കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുവാണ്, ഹമ്പ് പോലെ ഇരിക്കുക. അപ്പൊ നമുക്ക് നോക്കും, ഇത് കണ്ടോ ഉള്ളംകാല് ഇവിടെ ചുമന്ന്, ഇവിടെ നമുക്ക് വേദന എടുക്കും. കുറേ ഇവിടെ പണ്ടിച്ചോട്ടാതെ നടത്തിട്ടാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ നടന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ വരുമ്പോ
പക്ഷെ ഒത്തിരി പേരുണ്ട് കേട്ടോ നടക്കാൻ. ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നവരുണ്ട് കേട്ടോ. കണ്ടത് ഇവിടെ വന്നപ്പോഴേക്കും ആ വെള്ളം മാറിയപ്പോഴേക്കും ഇത് ശരിക്കും തെളിഞ്ഞ് കാണാൻ പറ്റും. ഫസ്റ്റ് ഐലൻഡിലേക്ക് എത്താൻ പോകട്ടോ. ഐ ഓഫ് ഐലൻഡ്. അങ്ങനെ ഞാൻ കണ്ടത് ഐ ഓഫ് ഐലൻഡ്. വേണ്ട ആരാധകരെ ശാന്തരാകും. എടാ നീളെ ഫോഴ്സ് കൂർക്കെ കൊടുത്തു തുടങ്ങുന്നതിന് വഴി ജീപ്പ് വരും നോക്കിക്കേ. ഇവിടെ ചെളിയായി മാത്രല്ല കക്ക വന്നു തുടങ്ങി കാലേക്കൊള്ളല്ലേ. കാല് മുറിയാൻ നോക്കിയാൽ മതി. അതേ അവരോട് ജീപ്പ് കൂടിയുണ്ട് കേട്ടോ. ഇവിടെ ചെളിയാ കേട്ടോ. നിക്കേ കക്കയാണല്ലോ ഇവിടെ. ദിലീപിനെ പോലെ എനിക്ക് തോന്നിയ കാല് നോക്കിയേ. കാല് നോക്കിയിട്ട് ശരിയാ. അതാ ചെളിനകത്തോട് നടന്ന. എടാ നമുക്ക് ഈ ഐലൻഡ് കേറിട്ട് പോവാം. വാ വാ. കാലിട്ട് പോവാന്നല്ലേ. മരിപ്പച്ച ഇക്ക മരിപ്പച്ച. ഐലൻഡിൽ കയറുമ്പോ കാല് ശുചിയാക്കിട്ട് കയറണമെന്നുണ്ട്. അതുകൊണ്ടാണ്. അതെ എന്നാലും കടലിന് നടക്ക് ഇങ്ങനെ ഒരു ചെറിയ ഐലൻഡ് പോലെയൊക്കെ വന്നല്ലോ അല്ലേ. അങ്ങോട്ട് നോക്കിക്കേ. നമ്മള് വന്ന സ്ഥലമാണ് ശരിക്കും. എങ്ങനെയുണ്ട് കേറിട്ട്? ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. കാരണം കടലിന് നടക്ക് നമുക്ക് ഇങ്ങനെ എപ്പോഴും വരാൻ പറ്റുന്ന സെറ്റപ്പ് അല്ലേ. ശരി കേട്ടോ. അവിടുന്ന് പിന്നെ ബീച്ച് അങ്ങ് തുടങ്ങുവാ. അങ്ങനെ പോകാനാ. അങ്ങനെ നടന്നു പോകാനാ. അതുവഴി നടന്ന് അങ്ങനെ നടന്നു കയറി അങ്ങോട്ട് കയറാനാ. പുള്ളിക്കാരി പറഞ്ഞ അങ്ങനെയാ. അങ്ങനെ നടന്നു പോകാനാ പറഞ്ഞത്. ഇവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഷൂ എല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് കാറ്റ് കൊണ്ട് അങ്ങ് എൻജോയ് ചെയ്യുക. ശ്രീകുട്ടി അക്ഷയും കൂടി അവിടെ ഫോട്ടോഗ്രാഫി അവരവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അനൂപ് അവരുടെ ഫോട്ടോ എടുക്കുന്നു. ഞാനിങ്ങനെ ഇരിക്കുന്നു അവിടെ. എടുക്കുക. ആ
അത് അത്രയും വെയിൽ വന്നടി. ഇവിടെ ഇതുണ്ട് കേട്ടോ, നമ്മുടെ പൂപ്പലൊക്കെ എല്ലാം ഉണങ്ങി കിടക്കുക. ആണോ? ശ്രദ്ധിക്കണം അമ്പാനെ. അത് ശ്രദ്ധിക്കുക അമ്പാനെ. നമുക്ക് ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. ആണോ? നമ്മൾ ഏതോ ജില്ലയെന്നാ വന്നേ. അങ്ങോട്ട് നോക്കിക്കേ, കുറച്ചുകൂടി നടന്നും നോർത്ത് വെയിൽസ് എത്തും. നമ്മൾ ഒത്തിരി നടന്നിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോ ഗ്രേറ്റ് ടോം പോകണം. നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ. അതാണ് ഗ്രേറ്റ് ടോം മൗണ്ടെയിൻ പീക്ക്. ഈ അറ്റത്ത് വന്ന് നിൽക്കുന്നില്ലേ, അതാണ് ഗ്രേറ്റ് ടോം മൗണ്ടെയിൻ പീക്ക്. ഇന്ന് വ്ലോഗ് ചെയ്തത് എനിക്ക് സന്തോഷമായി, കാരണം ഇത് എനിക്കൊരു മെമ്മറബിൾ ഡേ ആണ്. ഇവിടെ തെന്നുന്നുണ്ട് പക്ഷെ. അവരതിൻ്റെ അകത്ത് മീനുണ്ടോന്ന് മീൻ പിടിക്കുക. ബ്യൂട്ടിഫുൾ. അനുപോയ് നിന്ന് എൻ്റെ വ്യൂവേഴ്സിനോട് കുറച്ച് സംസാരിക്കുമോ? അവിടെ നിൽക്കി. വിളിച്ചില്ല. ഓക്കെ, ടെൽ മീ, ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ട്? അപ്പൊ നമുക്കൊരു ഫീലിംഗ്, ഇങ്ങനെയാണോ കടലിന്റെ അടിയിലെന്നല്ലേ? എന്താ? ആ, ശരിക്കും അക്ഷയനോട് ഞാൻ പറഞ്ഞായിരുന്നു, അക്ഷയ് എനിക്ക് ഇവിടെ ചെമ്മീൻ്റെ കുഞ്ഞാന്നും പറഞ്ഞ് ഒരു ചെറിയ മാത്രീനെ പോലത്തെ ഒരു സാധനത്തിൽ കാണിച്ചു തന്നെ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇത് ചെമ്മീൻ്റെ കുഞ്ഞൊന്നും അല്ലെന്ന്. പക്ഷെ ശരിക്കും അത് ചെമ്മീൻ്റെ കുഞ്ഞായിരുന്നു. അതിനെ സൂക്ഷിക്കണേ, വെള്ളം ഉടുപ്പൊക്കെ അഴുകി വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞണ്ടോ? ഇവിടെ നോക്കട്ടെ, എന്റെ വ്യൂവേഴ്സിനെ കാണിച്ചു കൊടുക്കട്ടെ. എടുക്കല്ലേ. എവിടെ? യഥാർത്ഥ ഞണ്ടാണോ? ഒന്ന് കാണട്ടെ. അവിടെ നിക്കേ. ഞണ്ടിനെ കിട്ടി ഗൈസ്. ശരിക്കും ഞണ്ടാണോ? ഒന്ന് കാണിച്ചേ, താത്ത് വെച്ചേ. താത്ത് ശരിക്കും ഞണ്ടാണോ? ആ ഞണ്ട് അനങ്ങുന്നുണ്ട് കേട്ടോ. ഇനിയും ഉണ്ടോ കിലോമീറ്റേഴ്സ്? ഇപ്പം നമ്മൾ ഇത്രയധികം നടന്നു കഴിഞ്ഞ്. അയ്യോ, എപ്പോഴാണ് വെള്ളം കയറുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇവിടുന്ന് വെള്ളം വെച്ചോണ്ടൊക്കെ വേഗം നടക്കും. ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല ഗൈസ്. ഈ കാണുന്നതാണ് ഹിൽബ്രി ഐലൻഡ്. ഇവിടെ എന്താ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. ജസ്റ്റ് കടലിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു വാക്ക് നല്ലതാണ്. ഇങ്ങോട്ട് വന്ന് തുടങ്ങിയപ്പോൾ കല്ലൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. നമ്മളിങ്ങനെ നടന്നു വന്നതിൽ ഓരോരോ സ്റ്റേജസ് ഓഫ് കടൽ. ആദ്യം നമ്മൾ വന്നപ്പോൾ എന്താ ചെളിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ മറ്റേ മണലാണ്. മണലിന്റെ മേളിൽ ഇങ്ങനെ യെസ് മണലാരണ്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ എന്താ പറയാ ഇത് വന്നു തുടങ്ങി. പഴുതാരയല്ലല്ലോ, തേരട്ടയോ, മണ്ണിര. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഷെല്ലായി തുടങ്ങി. കുറേ കക്കകൾ പൊടിഞ്ഞു. പിന്നെ നടന്നപ്പം ഭയങ്കര പാറകളായി, ചെളിയായി. പിന്നെ ഇപ്പൊ വീണ്ടും നടക്കുമ്പോൾ നല്ല മണ്ണ് പ്ലസ് കല്ല്, ചരലിന്റെ കല്ലുണ്ട് ഇവിടെ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കക്ക വന്ന സ്ഥലത്തിന് തൊട്ട് മുന്നേ തുടങ്ങി ചെടികൾ കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി ഗൈസ്. എനിക്ക് തോന്നുന്നു സീ കുക്കുംബർ അങ്ങനത്തെ എന്തോ ഒരു ഐറ്റം ആയത്. ജെല്ലി ഫിഷ് പോലെ. ഓ സോറി, ഇത് കുക്കുംബർ പോലെ ഉണ്ട് കാണാൻ. അതുകൊണ്ട് അലർജി ഇൻഫെക്ഷൻ വല്ലതും വരും. ഒരു ഫോട്ടോ എടുത്താലോ, എന്നിട്ട് പോവാം. നമ്മള് ക്ലോസ് ആയി തുടങ്ങി ഗൈസ്. ഇത് കണ്ട ഫുള്ള് മണൽപ്പുറ്റ് കാണിച്ചു. മണൽപ്പുറ്റല്ല, വാട്ട് ഇസ് ദിസ്? ഇതെന്താണ്? ചെളി മറ്റേ കടലിനടിയിലുള്ള
ആ വഴിയാണോ നമ്മുടെ എൻട്രി? സ്റ്റെപ്പ്. ആ ആ. മോനെ എവിടെ ഇത് മറ്റേ കേവ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ. മോനെ കയറിട്ട് തിരിച്ചിറങ്ങി വരാം. വാ കയറിക്കോ കയറിക്കോ. ഓ ഓ നമ്മളിവിടെ കയറി വന്നു. ഇതാണ് ഈ ഐലൻഡിൻ്റെ ഒരിത്. ഇവരിവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുവാണ്. പിന്നെന്താ ഇവിടെ ഇങ്ങനത്തെ ഒരു നാട്ടിലെ ഒരു 10 മണിച്ചെടി പോലത്തെ ഒരു ചെടിയുണ്ട് കണ്ടോ. ഇങ്ങനത്തെ ഒരു ചെടിയുണ്ട്. പിന്നെ അതേ അവിടെയും എന്തൊക്കെയോ ചെടി നിൽപ്പുണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാനാണ്. ബ്ലൂബെൽസ് ഇവിടെ ഇങ്ങനെ ധാരാളം ബ്ലൂബെൽസ് നിൽപ്പുണ്ട്. ഇവിടെ ബ്ലൂബെൽസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പ്രിസർവ്ഡ് ആണ്. അതുകൊണ്ട് ഇത് പറിച്ച 1000 രൂപ വരെ ഫൈൻ വരാം. അതാണ് ഈ ബ്ലൂബെൽസ്.
മറ്റേ ഇവള് പറഞ്ഞ മറ്റേ സാധനമല്ലേ, കുക്കുംബർ ആണോ? Did you enjoy? Yeah, very much. Very much. Sit nice over there. Yeah. What did It's lovely. മൊത്തം ഞൗണിക്കാട്ടോ. കുറെയൊക്കെ ഞാൻ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ആ പിന്നെ ഈ പുള്ളിയല്ലേ വണ്ടി ഓടിക്കൊണ്ട് വന്നപ്പോ. നൈസായിരിക്കും. വേറെ ലാസ്റ്റിയും കിടപ്പുണ്ട്, സാൻട്രോ ഒക്കെ കിടപ്പുണ്ട്. ഇല്ലായിരിക്കും, എനിക്ക് തോന്നുന്നത് റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ഈ ഇവിടെയൊക്കെ ഫുൾ ഇത് തന്നെ കേട്ടോ. സാധാ കാറ് കയറും കേട്ടോ ഇവിടെ. അതെ അതോ, അത് മറ്റേ ഡാസിയ സാൻഡ്രോ ഡസ്റ്ററോ. ഇവിടെ ബ്ലൂബെൽസ് ഒത്തിരി പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. എന്നോട് വണ്ടി കടഞ്ഞു ചോദിക്കാം. ഇത് തിരിച്ച് ഇത്രയും നടക്കണം. നിങ്ങൾ എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത്? ഇത്രയും നടന്നു നിങ്ങൾ എവിടെ ചെന്ന്? ഏത് വിൻഡ് മില്ല്? വള്ളത്തെ നിൽക്കുന്ന വിൻഡ് മില്ലോ? ശരിയാ. പക്ഷെ ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് വലിയ. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം വെയിലുകൊണ്ട് എല്ലാവരും കറുത്തിട്ടുണ്ട്. അതെ. മീനു എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയാ. എത്ര മണിക്കൂറായി? 3.5 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതിന്റെ അറ്റത്തെത്തി. നമ്മൾ ആദ്യം കണ്ട വെല്ലുവിളി കാണുമ്പോഴാണ് അതിപ്പോഴും കടലിൽ നിൽക്കുന്നത് പോലെ അല്ലേ? അതിപ്പോഴും കടലിൽ നിൽക്കുന്നത് പോലെ അല്ലേ? കടലിലാണ് അത് നിൽക്കുന്നത്. Finally we are here. ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ഇത് കടല് പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. കടൽ അടിച്ചടിച്ച് തിട്ടായതായിരിക്കും അല്ലേ? അതറിയില്ല. ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. അവിടെ വിൻഡ്മില്ലാണ്. അത് പക്ഷെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
Yeah, good. You? Yeah, good, yeah. Right. Got me down there some seals down there as well. Yeah, there is. See the head popping up. ഇവിടെ ഇതെന്താ solar ആ? സോളാർ. ഒരു തണുപ്പല്ലേ അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോ? ഇവിടെ നല്ല തണുപ്പല്ലേ? ഇവിടെ നല്ല തണുപ്പാണ് തോന്നുന്നു. Oh my goodness. This is heaven. This is heaven. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു കടലിന്റെ നടുക്കുള്ള ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മറക്കാൻ പറ്റാത്ത അത്ര നല്ലൊരു ജേർണി ആയിരുന്നു ഇന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കൂടെ ഇന്നത്തെ ഈ ദിവസം നിങ്ങളും സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. പിന്നെന്താ, ഞാൻ അതിൽ ഭയങ്കര എന്താ പറയുക ഗ്രേറ്റ്ഫുള്ളാണ്. ഇന്നത്തെ ഒരു വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്തത് ഞാൻ എന്നും ചെറിഷ് ചെയ്യും. എപ്പോഴും തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ട്രിപ്പൊക്കെ പോയി നന്നായിട്ട് ലൈഫ് ആസ്വദിച്ച് പോട്ടെ. അപ്പം ഇങ്ങനെയുള്ള ട്രിപ്സൊക്കെ നമ്മുടെ മൈൻഡും സോളും റിഫ്രഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് തോട്ടോടുകൂടി ഞാൻ ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യാണ്. പോകുന്ന വഴി ഇനി എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഷെയർ വിത്ത് യു ഓൾ. ഞാനിപ്പോൾ ഇത് എൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും ദൂരം നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇനി കുറേ വൈകുന്ന കാരണം ഞാനിപ്പോൾ ഇവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. .4 kilometers and kilometers. Come, let's eat ice cream. ഞാൻ പറയാ എടാ പൊട്ടം എന്നോട് ചോദിച്ചാൽ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ഇത് വേണം. Hot chocolate.